ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് മൊഡ്യൂൾ 6 ഹാർബർ ആൻഡ് ഡോക്ക് എഞ്ചിനീയറിംഗ് ലെക്ചർ 3 ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പം സിലബസിൽ നിന്ന് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. വിൻഡും വേവ് എന്താണെന്നൊക്കെ ഉള്ളത് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ടൈഡ്സ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പം അതിൻ്റെ എഫക്റ്റ് ഓൺ ഹാർബർ ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഷിപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, 1-2 ടേംസ് ഒക്കെ ഉണ്ട്, അത് നോക്കണമെന്നുണ്ട്. പിന്നെ ബ്രേക്ക് വാട്ടർ എന്താണ്, അതിൻ്റെ നെസസിറ്റീസ്, ഫങ്ഷൻസ്, പിന്നെ ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ നമുക്ക് 2 ടേംസ് നോക്കാം. ഓക്കെ, അതിലൊന്നാണ് ഓഫ് ഷോർ മൂറിങ്. ഓക്കെ, ഓഫ് ഷോർ മൂറിങ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മൂറിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ഷിപ്പിനെ എവിടെയെങ്കിലും ബെർത്ത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തെടുത്തില്ലേ ബെർത്തിങ്ങിന് വേണ്ടി, അത് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ മൂറിങ് എന്ന് പറയുന്നത്. ആ ഒരു ഷിപ്പ് മൂറിങ്ങിൽ അടുത്ത് ഇങ്ങനെ പാർക്ക് ചെയ്ത് കിടക്കുവാണെങ്കിൽ അതിനെ മൂർഡ് വെസൽ എന്ന് പറയും എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി ഓഫ് ഷോർ മൂറിങ് എന്താന്ന് വെച്ചാൽ നമുക്ക് തൊട്ടടുത്തായിട്ട് എന്ന് വെച്ചാൽ ഷിപ്പ് പോകുവാണ്, ഷിപ്പിന് പക്ഷെ ആൻഗ്രേജ് ചെയ്യണം, നങ്കൂരമിട്ട് കിടക്കണം. പക്ഷെ അതിനുള്ള ഹാർബർ തൊട്ടടുത്തില്ല. അതിനുള്ള ഡോക്ക് എന്ന് പറഞ്ഞാൽ ഹാർബർ പോലെ തന്നെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോർഷനാണ്. നമുക്ക് ഡോക്ക് എഞ്ചിനീയറിംഗ് നമ്മൾ ഇച്ചിരി എക്സ്പ്ലെയിൻ ആയിട്ട് കാണും ലാസ്റ്റ് പോർഷനിൽ. ഓക്കെ, അപ്പം അങ്ങനെ പ്രൊട്ടക്റ്റഡ് ഹാർബർ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ആ ഒരു ഷിപ്പിനെ നങ്കൂരമിട്ട് അവിടെ കിടത്താൻ വേണ്ടി അവിടെ അടുത്തായിട്ട് തന്നെ ഓഫ് ഷോർ മൂറിങ് കാണും. ഓഫ് ഷോർ മൂറിങ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ആൻഗ്രേജ് യൂണിറ്റ്, ഈച്ച് കൺസിസ്റ്റ് ഓഫ് 1 or more ആങ്കേഴ്സ്, ചെയിൻസ്, സിങ്കേഴ്സ്, ബൗസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഷിപ്പിനെ നമ്മൾ ഈ ഒരു ഫിഗർ കണ്ടു നിങ്ങൾ. അപ്പം വാട്ടർ സർഫസ് ഓഷ്യൻ പോലെ ഉണ്ട്, ഷിപ്പുണ്ട്, ഷിപ്പിൻ്റെ ബോട്ടം പോർഷൻ നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പം അവിടുന്ന് ഇങ്ങനെ മൂറിങ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ ചെയിനൊക്കെ വെച്ചിട്ട് ആ സീ ബെഡിൽ പെർമനൻ്റ്ലി അവരിങ്ങനെ ആൻഗ്രേജ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കും, ആൻഗ്രേജ് യൂണിറ്റ്. അപ്പം നമ്മൾ ആ ഷിപ്പിൽ നിന്ന് ചെയിൻ എടുത്തിട്ട് ഇതിൽ കൊണ്ട് കണക്ട് ചെയ്ത് അപ്പം മൊത്തത്തിൽ ഒറ്റ ഒരെണ്ണം അല്ല, ഒരു 6-8 എണ്ണം, അത് ഡിപ്പെൻഡിങ് ഓൺ ദി ലെങ്ത് ഓഫ് ദി ഷിപ്പ് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കും സീ ബെഡുമായിട്ട്. അപ്പം മീൻസ് നങ്കൂരം ഇട്ട് അവിടെ കിടത്തുവാണ്, അല്ലാതെ ഹാർബറിൽ തന്നെ പോയിട്ടല്ല. ഓക്കെ, അങ്ങനെയുള്ള മൂറിങ്ങിനെയാണ് ഓഫ് ഷോർ മൂറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആൻഗ്രേജ് ഏരിയ എന്ന് പറയുന്നത് place where ship may be held for quarantine inspection, await docking place or await favorable weather condition. അത് ജസ്റ്റ് ആൻഗ്രേജ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ നങ്കൂരം ഇട്ട് കിടക്കുന്ന ആ ഏരിയനെ, ആ ഒരു ഷിപ്പ് കിടക്കുന്ന ഏരിയനെയാണ് ആൻഗ്രേജ് ഏരിയ എന്ന് പറയുന്നത്. അത് ചിലപ്പം കുറച്ച് സേഫ്ലി കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഹാർബറിലോട്ട് കയറാൻ പോവുകയാണ് പക്ഷെ അവിടെ ഇപ്പോൾ സ്പേസ് ഇല്ല, കുറച്ച് നേരം പുറത്ത് നിൽക്കേണ്ടി വരും, അങ്ങനത്തെ കേസിന് വേണ്ടി. അല്ലെങ്കിൽ വെതർ കണ്ടീഷൻസ് പൂവറായിരിക്കും, ഇപ്പം ആ ഒരു ഷിപ്പ് അവർക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലായിരിക്കും, ഭയങ്കരമായിട്ട് വേവിൻ്റെ ആക്ഷനും മഴ, അങ്ങനത്തെ സമയത്ത് ആ ഒരു ഷിപ്പ് അവർ മൂവ് ചെയ്യിപ്പിക്കില്ലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് അവർ നങ്കൂരമിട്ട് കിടക്കും. അതിനു വേണ്ടിയുള്ള ഏരിയനെ, അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്ന ഏരിയനെയാണ് ആൻഗ്രേജ് ഏരിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഷിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമ്മളൊരു പോർട്ട് അല്ലെങ്കിൽ ഹാർബർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് വരുന്ന ഷിപ്പിൻ്റെ ലെന്ത്, ബീം, ഡ്രാഫ്റ്റ്, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് എന്ന് നോക്കും. ഓക്കെ, അത് ആ ഡയമെൻഷൻസ് ഒക്കെ നോക്കും. ഓക്കെ, അപ്പം ഇതിനൊക്കെ ഡിസൈൻ ഓഫ് അപ്രോച്ച്, ചാനൽ, ഹാർബർ, മെറൈൻ ഫെസിലിറ്റീസ്, ഇതിൻ്റെയൊക്കെ ഡിസൈനെ ഒരു ഷിപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിന് എഫക്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം മെറൈൻ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പം ഈ ഷിപ്പിൻ്റെ ഡയമെൻഷൻസ് മാത്രമല്ല, ടൈപ്പ് ഓഫ് ഷിപ്പും അതിൻ്റെ കപ്പാസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഷിപ്പിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ കാണിക്കുന്ന ഒരു ഫിഗർ. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂണൽ വ്യൂ പോലത്തെ. അപ്പം ഞാൻ ഇതിൽ പറഞ്ഞായിരുന്നു ഷിപ്പിൻ്റെ ലെന്ത്, ബീം, ഡ്രാഫ്റ്റ് എന്നൊക്കെ. ഡ്രാഫ്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്, ആ ഷിപ്പിൻ്റെ സർഫസ് ഉണ്ടല്ലോ, വാട്ടർ സർഫസിൽ എന്തുമാത്രം താഴോട്ടാണ് നമ്മുടെ ആ ഒരു ഷിപ്പിൻ്റെ ബോട്ടം പോർഷൻ, ഡീപ്പസ്റ്റ് പോർഷൻ എന്നുള്ളതിൻ്റെ ആ ഒരു ഡെപ്ത്, ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പഠിച്ചായിരുന്നു. അപ്പം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അവിടെയുള്ള ഡ്രാഫ്റ്റിനേക്കാൾ കൂടുതലായിരിക്കണം ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ ദി ഹാർബർ ഏരിയ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ആ വാട്ടർ ലൈൻ ഇവിടെ ആണെങ്കിൽ വാട്ടർ ലൈനിൽ നിന്ന് എന്തുമാത്രം ഡീപ്പാണ് നമ്മുടെ ആ ഒരു
ഷിപ്പിൻ്റെ ഡീപ്പസ്റ്റ് പാർട്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള ഡെപ്തിനെ ഡെപ്ത് എന്ന് പറയും. പിന്നെ പിന്നെ ഓവറോൾ ലെന്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ലെന്ത് ബിറ്റ്വീൻ പെർപെൻഡിക്കുലേഴ്സ്. ഇപ്പോൾ ഇവിടെ ഈ ഫോർവേഡ് സൈഡും പിന്നെ ഇവിടെ ഷിപ്പിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ അവിടെ തൊട്ട് ആ ഫോർവേഡ് വരെയുള്ള പോർഷനെയാണ് ലെന്ത് ബിറ്റ്വീൻ പെർപെൻഡിക്കുലേഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഫുൾ ലെന്തിന് ഓവറോൾ ലെന്ത് എന്ന് പറയും. ഓക്കെ, അപ്പം ഇതൊക്കെ ഓരോന്ന് എന്താണെന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഷിപ്പ് ക്യാരക്ടറിസ്റ്റിക്സിൽ മെയിൻ ഡയമെൻഷൻ എന്ന് പറയുന്നത്? ലെന്ത്, ബീം, ഡ്രാഫ്റ്റ്. ഓക്കെ, പിന്നെ ബീം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ ഒരു ഫിഗർ നോക്കിയാൽ ഈ ക്രോസ് സെക്ഷൻ വ്യൂ കണ്ടാൽ മനസ്സിലാവും. വിത്ത്. ഓക്കെ, ബീം എന്ന് കാണിച്ചിരിക്കുന്നത് വിത്താണ്. ബ്രോഡസ്റ്റ് ബെർത്ത് ഓഫ് ദി ഷിപ്പ് എന്ന് പറയത്തില്ലേ, അത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേത് എന്താ? ലെന്ത് ബിറ്റ്വീൻ പെർപെൻഡിക്കുലേഴ്സ്. ഞാൻ പറഞ്ഞു. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോർവേഡ് ആൻഡ് ആഫ്റ്റ് പെർപെൻഡിക്കുലർ. ആഫ്റ്റ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് പെർപെൻഡിക്കുലർ. ഓക്കെ, പിന്നെ ഈ ഫോർവേഡ് പോർഷനും അത് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇനി ബീം എന്ന് പറയുന്നത് അറ്റ് ദി ബ്രോഡസ്റ്റ് പോയിന്റ്. ഇതിൻ്റെ ഒരു ക്രോസ് മറ്റേ സൈഡ് വ്യൂ പോലെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ബ്രോഡസ്റ്റ് ആയിട്ടുള്ള പോയിന്റിലുള്ള ഷിപ്പിന്റെ ബെർത്ത് അല്ലെങ്കിൽ ആ വിത്ത് പോർഷൻ, അതിനാണ് ബീം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ബിറ്റ്വീൻ വാട്ടർ ലൈൻ ആൻഡ് ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദി ഷിപ്പ്. ഓക്കെ, ലെന്ത് ഓവറോൾ അല്ലെങ്കിൽ ഓവറോൾ ലെന്ത് എന്ന് പറയുന്നത് എക്സ്ട്രീം ലെന്ത് ഓഫ് ദി ഷിപ്പ് അലോങ് ദി സെൻട്രൽ ലൈൻ. ഈ ഒരു മൊത്തത്തിലുള്ള എക്സ്ട്രീം ലെന്തിനെ പറയുന്നു. പിന്നെ ഫ്രീ ബോർഡ്. ഫ്രീ ബോർഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വാട്ടർ ലൈൻ ആൻഡ് ദി അപ്പർമോസ്റ്റ് ഡെക്ക് അറ്റ് എനി ലൊക്കേഷൻ അലോങ് ദി ഷിപ്പ്. ഇത് വാട്ടർ ലൈൻ, വാട്ടർ സർഫസ് എന്ന് ഉദ്ദേശിക്കുക. അവിടെ നിന്ന് ആ ഷിപ്പിന്റെ അപ്പർ ഡെക്ക് എന്ന് പറയുന്നതാണ് ഈ ഡോട്ടഡ് ലൈൻ വെച്ച് കാണിച്ചിരിക്കുന്നത്. അത് തമ്മിലുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ പറയുന്നു. ഇനി അടുത്തത് ഷീർ. ഷീർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫ്രീ ബോർഡ് വരയ്ക്കുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ഏതാണ് ഈ അപ്പർ ഡെക്ക് കാണിക്കുന്ന ലൈൻ, അതും പിന്നെ ആ ലൈനും പിന്നെ ആ ഒരു ഷിപ്പിന്റെ തൊട്ട് മേലത്തെ ആ ഒരു പോർഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ പല സ്ഥലത്തും അത് പല വാല്യൂ ആയിരിക്കും. ഇവിടെ ഇച്ചിരി കൂടും, ബാക്കിലാകുമ്പോൾ ഇച്ചിരി കുറയും. ജസ്റ്റ് ആ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത്രയും ഓർത്താൽ മതി. ഓക്കെ, അപ്പം ബീം എന്താണെന്നും ലെന്ത് എന്താണെന്നും ഡ്രാഫ്റ്റ് എന്താണെന്നും മനസ്സിലായല്ലോ. ഓക്കെ, ഇതാണ് മെയിൻ ഡയമെൻഷൻസ്. ഇനിയും ഷിപ്പ് ക്യാരക്ടറിസ്റ്റിക്സിലുള്ള കുറച്ച് കോമൺ ടേംസ് നമുക്ക് നോക്കാം. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് ടണ്ണേജ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ടണ്ണേജ്. ടണ്ണേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വെയിറ്റ്, ടൺസിലായിരിക്കും ആ ഒരു വെയിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് ടണ്ണേജ് എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ വെയിറ്റ് ഓഫ് ഷിപ്പ് ഓർ ദി വെയിറ്റ് ഓഫ് വാട്ടർ ഇറ്റ് ഡിസ്പ്ലേസസ് വെൻ അഫ്ലോട്ട്. അഫ്ലോട്ട് എന്ന് വെച്ചാൽ അത് ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം ഷിപ്പിൻ്റെ ആക്ച്വൽ വെയിറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഷിപ്പ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യുമല്ലോ. നമുക്കറിയാലോ, നമ്മൾ FM പഠിച്ചിട്ടുണ്ടല്ലോ, എന്തെങ്കിലും സാധനം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അത് ഡിസ്പ്ലേസ് ചെയ്ത വെയിറ്റ് ആണ്, ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ വെയിറ്റ് ആണ്. ഓക്കെ, അപ്പം ആക്ച്വൽ വെയിറ്റ് ഓഫ് ഷിപ്പ് ഓർ വെയിറ്റ് ഓഫ് വാട്ടർ ഇറ്റ് ഡിസ്പ്ലേസസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ടണ്ണേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയും ഡിസ്പ്ലേസ്മെന്റ് ലോഡഡ് എന്താണെന്ന് നോക്കാം. Total weight of a cargo vessel loaded so that its water line reaches the load line. Okay, ഒരു വെസൽ കാർഗോസ് കൊണ്ടുപോകുന്ന ഒരു ഷിപ്പ്, ആ ഷിപ്പ് ഫുൾ ലോഡഡ് ആണ്. ഓക്കെ, അങ്ങനെ ഫുൾ ലോഡഡ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ ഷിപ്പിൽ ഒരു മാർക്കിംഗ് ഉണ്ട്, അതിനെ ലോഡ് ലൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് ആ ഫുൾ ലോഡായി കഴിയുമ്പോഴേക്കും വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? നമ്മുടെ വാട്ടർ സർഫസിൽ അതിനെ വാട്ടർ ലൈൻ എന്ന് പറയാം. വാട്ടർ ലൈനിലെത്തും ഈ ലോഡ് ലൈൻ. ഷിപ്പിൽ ആ മാർക്കിംഗ് എന്ന് പറയുന്നത് വാട്ടർ സർഫസിലോട്ട് എത്തും. അപ്പം അത്രയും താന്നു പോരും. അതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ലോഡഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫുൾ ലോഡഡും ആണ്. അതിലുള്ള ലോഡ് ലൈൻ എന്ന് പറയുന്നത് വാട്ടർ ലൈനിൽ റീച്ചായി. അതിനാണ് ഡിസ്പ്ലേസ്മെന്റ് ലോഡഡ് എന്ന് പറയുന്നത്. ആ ഒരു ടോട്ടൽ വെയിറ്റ് ഓഫ് കാർഗോ വെസൽ മൊത്തത്തിൽ. അപ്പം ഷിപ്പിലുള്ള വെയിറ്റിനെ, വിത്ത് കാർഗോസ് ഉള്ള വെയിറ്റിനെ. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ലൈറ്റ് എന്ന് വെച്ചാൽ വെയിറ്റ് ഇൻ ടൺസ് ഓഫ് ദി ഷിപ്പ് വിത്തൗട്ട് കാർഗോ, ഫ്യൂവൽ ആൻഡ് സ്റ്റോഴ്സ്. എന്ന് വെച്ചാൽ അത് കാർഗോസ് കൊണ്ടുവന്നതായിരിക്കും, പക്ഷെ അതിൽ ഒന്നുമില്ല, കാർഗോസും ഇല്ല, ഫ്യൂവലും ഇല്ല, ഒന്നും ഇല്ലാത്ത കേസിൽ ആ ഷിപ്പിന്റെ വെയിറ്റ്, അതിനെയാണ് എന്ത് പറയുന്നത്? ടൺസിലുള്ള വെയിറ്റിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ലൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡെഡ് വെയിറ്റ് ടണ്ണേജ്. എന്താണ് ഡെഡ് വെയിറ്റ് ടണ്ണേജ്? അപ്പോൾ ഇത് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ഷിപ്പിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കിട്ടുന്നത്
ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ലോഡും ഡിസ്പ്ലേസ്മെന്റ് ലൈറ്റും തമ്മിലുള്ള ഡിഫറൻസിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ് ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ലോഡ് ചെയ്തുമ്പോൾ ഉള്ള ഷിപ്പിന്റെ വെയിറ്റും ലോഡ് ഇല്ലാത്തപ്പോൾ ഉള്ള ഷിപ്പിന്റെ വെയിറ്റിനോട് മൈനസ് ചെയ്താൽ ഉള്ളതാണ് ഡെഡ് വെയിറ്റ് ടണ്ണേജ്. അപ്പോൾ അതെന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ആ ഷിപ്പ് ക്യാരി ചെയ്യുന്ന കപ്പാസിറ്റീനെ. ഓക്കെ, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വേരിയിങ് ആണ്. അത് ആ ലാറ്റിറ്റ്യൂഡിനനുസരിച്ച്, സീസണിനനുസരിച്ച്, അവിടുത്തെ അത് പോകുന്ന വാട്ടറിന്റെ സലൈനിറ്റി അനുസരിച്ച് ഈ ഡെഡ് വെയിറ്റ് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഗ്രോസ് ടണ്ണേജ്. ഗ്രോസ് ടണ്ണേജ് എന്ന് വെച്ചാൽ ദ എൻറ്റയർ ഇന്റേണൽ ക്യൂബിക് കപ്പാസിറ്റി ഓഫ് എ ഷിപ്പ്. ഒരു ഷിപ്പിന്റെ ഇന്റേണലി ഉള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ ഗ്രോസ് ടണ്ണേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുമാത്രം വെയിറ്റ് ഓഫ് കാർഗോസിനെ അതിന് ഉൾക്കൊള്ളാൻ പറ്റും അതിൻ്റെ ഇന്റേണൽ പോർഷനിൽ, അതിനാണ് ഗ്രോസ് ടണ്ണേജ് എന്ന് പറയുന്നത്. ഇനി നെറ്റ് ടണ്ണേജ് എന്ന് പറയുമ്പം ഗ്രോസ് ടണ്ണേജ് ലെസ് ദി സ്പേസ് പ്രൊവൈഡഡ് ഫോർ ക്രൂ, മെഷീനറി, എൻജിൻ, റൂം ആൻഡ് ഫ്യൂവൽ. ഓക്കെ, ഗ്രോസ് ടണ്ണേജ് എന്ന് പറയുമ്പോൾ അകത്തത്തെ പോർഷൻ അല്ലേ, അതിലെ കുറേ പോർഷനും എന്തായിട്ട് പോകും, ഈ കാർഗോസ് ഒക്കെ വെക്കാൻ പോകും. ബാക്കി കുറച്ച് പോർഷൻസ് എല്ലാണല്ലോ ക്രൂസ്, മെഷീനറി ഒക്കെ ഇരിക്കുന്നത്. ഓക്കെ, ആ മൊത്തത്തിലുള്ള സ്പേസിൽ നിന്ന് ഈ ക്രൂവിന് അല്ലെങ്കിൽ എൻജിൻ റൂം അതെല്ലാം മൈനസ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ, ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിന്റെ വെയിറ്റിനെയാണ് നെറ്റ് ടണ്ണേജ് എന്ന് പറയുന്നത്. അടുത്തത് കാർഗോ ഓർ ഫ്രൈറ്റ് ടണ്ണേജ് എന്ന് വെച്ചാൽ ആ ഒരു ഷിപ്പ് എടുക്കുന്ന കാർഗോസിന്റെ വെയിറ്റിനെ, അല്ലെങ്കിൽ ഫ്രൈറ്റ് എന്ന് പറയാമല്ലോ, ഫ്രൈറ്റിന്റെ വെയിറ്റിനെയാണ് പറയുന്നത്. അപ്പം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് ഷിപ്പ് അങ്ങനെ ആ ഒരു കാർഗോസിനെ കൊണ്ടുപോകുമ്പോൾ ആ കാർഗോസിന്റെ വെയിറ്റ് അനുസരിച്ചാണല്ലോ ആ ഷിപ്പിലുള്ളവർക്ക് റവന്യൂ കിട്ടുന്നത്. കൂടുതൽ വെയിറ്റ് അവർ കൊണ്ടുപോകുമ്പോൾ അത്രയും സാധനം അവിടെ എത്തുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് അവർക്ക് റവന്യൂ ചാർജ് കിട്ടുന്നുണ്ട്. ഓക്കെ, ദ ടണ്ണേജ് ഓഫ് വെയിറ്റ് വിച്ച് ഗീവ്സ് എസ് റവന്യൂ. ഓക്കെ, അതനുസരിച്ചാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത്. അടുത്തൊരു ടേമും ബലാസ്റ്റ്. ഓക്കെ, നമ്മൾ റെയിൽവേയിൽ കണ്ട ബലാസ്റ്റ് അല്ല, ഈ ബലാസ്റ്റ് എന്താണെന്ന് നോക്കാം. എനി മെറ്റീരിയൽ അല്ലെങ്കിൽ എനി വെയിറ്റ് ആഡഡ് ഇൻ ദി ഹോൾഡ് ഓർ ബലാസ്റ്റ് കമ്പാർട്ട്മെന്റ്സ് ഓഫ് എ ഷിപ്പ് ടു ഇൻക്രീസ് ഇറ്റ്സ് ഡ്രാഫ്റ്റ് after it has discharged its cargo and to improve its stability. ഓക്കെ, ഇപ്പോൾ ഒരു ഷിപ്പ് ഫുൾ ലോഡഡ് ആയിട്ട് പോവുക, ഫുൾ കാർഗോസ് ഉണ്ട്, എന്നിട്ട് അത് സ്ഥലത്ത് പോയിട്ട് അതിനെല്ലാം ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് പഴയ സ്ഥലത്തോട്ട് പോവുക. പക്ഷേ എന്താ പറ്റുന്ന വെച്ചാൽ അതിനകത്ത് കാർഗോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും അതിനൊട്ടും സ്റ്റെബിലിറ്റി ഇല്ലായിരിക്കും. അപ്പം ഡ്രാഫ്റ്റ് ഒക്കെ അങ്ങ് പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അപ്പം എപ്പോഴും ഷിപ്പ് ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ ഇരിക്കുന്നതാണ് ഷിപ്പിന് മൂവ്മെന്റിന് നല്ലത്. ആ ഒരു ശരിയൊരു വെയിറ്റ് അതിന് വേണം. വെയിറ്റ് ആയിട്ട് പോയാൽ ചിലപ്പോൾ അത് സ്റ്റേബിൾ ആയിട്ട് പോകത്തുള്ളൂ. അങ്ങനത്തെ കേസിൽ നമ്മൾ ഈ ഷിപ്പിനുള്ളിൽ ബലാസ്റ്റ് കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ബലാസ്റ്റ് ഹോൾഡ് എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്. അവിടെ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ഉള്ള മെറ്റീരിയൽസ് ആഡ് ചെയ്യും. ഓക്കെ, അതിനെയാണ് അങ്ങനെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എ കമ്പാർട്ട്മെന്റ് വിത്തിൻ എ ബോട്ട്, ഷിപ്പ് അല്ലെങ്കിൽ സബ്മറൈൻ അല്ലെങ്കിൽ അതർ ഫ്ലോട്ടിംഗ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ഹോൾഡ് ബലാസ്റ്റ് ഓർ വാട്ടർ ഇസ് കോൾഡ് എ ബലാസ്റ്റ് ടാങ്ക്. ഇങ്ങനെ ഇതിനെല്ലാം ഹോൾഡ് ചെയ്യുന്ന ആ കമ്പാർട്ട്മെന്റിന് നമുക്ക് ബലാസ്റ്റ് ടാങ്ക് എന്ന് പറയാം. ഓക്കെ, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ഉള്ള മെറ്റീരിയൽ, ഈ സോളിഡ് മാത്രമല്ല ലിക്വിഡ് ആയിട്ട് നമുക്ക് വാട്ടറും ആഡ് ചെയ്യാം. അപ്പം ഫ്രഷ് വാട്ടറോ അല്ലെങ്കിൽ സോൾട്ട് വാട്ടറോ നമുക്ക് വേണമെങ്കിൽ ഈ ബലാസ്റ്റ് ടാങ്കിൽ കൊടുക്കാം. എന്നിട്ട് എന്താണ് ഇത് എന്ത് പ്രൊവൈഡ് ചെയ്യും? സ്റ്റെബിലിറ്റിയും പിന്നെ ആ ഒരു ഷിപ്പിന് കാർഗോസ് ഇല്ലാതെ പോകുന്നതുകൊണ്ട് മൂവ്മെന്റിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഒരു സ്റ്റെബിലിറ്റി ഈ ഒരു ബലാസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ സോളിഡ് ബലാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ഇങ്ങനെ സിലബസിൽ എടുത്ത് ഷിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും പറയുന്നില്ല, എന്നാലും നമ്മൾ ഹാർബർ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ഷിപ്പിൻ്റെ ഒരു ലോഞ്ചിറ്റ്യൂണൽ അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഇമേജ് വരച്ചാൽ, ഫിഗർ വരച്ചാൽ മാർക്ക് ചെയ്യാനും ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തത് നാച്ചുറൽ ഫിനോമിന. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞായിരുന്നു, നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ഒരു ഹാർബറിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഡിസൈനെ എഫക്റ്റ് ചെയ്യുന്ന നാച്ചുറൽ ഫിനോമിനാസ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന്, കോസ്റ്റൽ കറണ്ട് ആൻഡ് എവിഡൻസസ് ഓഫ് സിൽട്ടിങ് ഇൻക്ലൂഡിങ് ലിറ്റോറൽ ഡ്രിഫ്റ്റ് ഓർ കോസ്റ്റ് ഇറോഷൻ. ഓക്കെ, കോസ്റ്റൽ കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ തീരപ്രവാഹങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ന്യൂസിലൊക്കെ കേൾക്കാറില്ലേ? ആ ഒരു വിൻഡിന്റെ എഫക്റ്റ് കാരണം വാട്ടർ സർഫസിൽ ഉണ്ടാകുന്ന ഒരു കറണ്ട് എഫക്റ്റ്. ഓക്കെ, അതിനെയാണ് കോസ്റ്റൽ കറണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ടാണ് ലിറ്റോറൽ ഡ്രിഫ്റ്റ്. ലിറ്റോറൽ ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ സാൻഡ് ഡ്രിഫ്റ്റ്, മണ്ണും കൂടെ സെഡിമെന്റ്സും കൂടെ ഈ ഒരു വേവിന്റെ എഫക്റ്റിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങ്
ടേക്ക് അവേ ആയിട്ട് എന്ന് വെച്ചാൽ എടുത്തു ആ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സെഡിമെന്റ്സിനെ എടുത്ത് മാറ്റി പോകുന്ന ഒരു അവസ്ഥ വരും. അതിനാണ് ലിറ്റോറൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം കോസ്റ്റൽ കറണ്ടിന്റെ എഫക്റ്റ് ആയിട്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം അതൊരു നാച്ചുറൽ ഫിനോമിനയാണ്. പിന്നെ ടൈഡ്, പിന്നെ വിൻഡ് ആൻഡ് വേവ്സ്, പിന്നെ ഇതിന്റെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് വിൻഡിന്റെയും വേവ്സിന്റെയും. ഓക്കെ, അപ്പൊ അതിൽ ലിറ്റോറൽ ഡ്രിഫ്റ്റ് എന്താ നോക്കാം. സാൻഡ് ഡ്രിഫ്റ്റ് ഒക്വറിങ് ഇൻ ദി പ്രോക്സിമിറ്റി ഓഫ് ഫോർ ഷോർസ്. ഓക്കെ, ഫോർ ഷോർ എന്താന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ലോ ടൈഡും ഹൈ ടൈഡും തമ്മിലുള്ള ആ ഒരു മേക്ക് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ഏരിയ ഓഫ് ലാൻഡ്, അതിനെയാണ് നമ്മൾ ഫോർ ഷോർ എന്ന് പറയുന്നത്. അപ്പം അവിടെ ആയിട്ട് ഈ സാൻഡ് ഡ്രിഫ്റ്റ് ഉണ്ടാവും. സാൻഡിനെ പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും, ഒരു സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്യും, അപ്പം വേറൊരു സ്ഥലത്ത് എന്താ ഇറോഷൻ ആയിരിക്കും നടക്കുന്നത്, സാൻഡ് അവിടെ നിന്ന് പോകുന്നല്ലോ, അങ്ങനത്തെ ഒരു കേസ്. ഓക്കെ, അപ്പം ഇവിടെ വേവ്സ് എന്നെടുക്കും ക്യാരിങ് എവേ ആൻഡ് ഡിപ്പോസിഷൻ ഓഫ് മെറ്റീരിയൽ. എവിടെ നിന്നെങ്കിലും എടുത്തുകൊണ്ട് വന്നിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യിക്കും ഈ ഒരു സാൻഡ് മെറ്റീരിയൽസിനെ. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രാജുവൽ ആയിട്ട് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പം ഷോർ ലൈനിൽ ഗ്രാജുവൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഹാർബറിലാണ് ഈ ഒരു ലിറ്ററൽ ഡ്രിഫ്റ്റ് നടക്കുന്നതെങ്കിൽ അവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു സൈഡിൽ സാൻഡ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുകയും വേറെ സൈഡിൽ ഇറോഷൻ നടക്കുകയും ചെയ്യും. അപ്പം കോസ്റ്റൽ കറണ്ട് എന്ന് പറയുന്നത് ഹാർബറിന്റെ ഒരു പൊസിഷനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഒത്തിരി കോസ്റ്റൽ കറണ്ടിന്റെ എഫക്റ്റ് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ അവിടെ നമ്മൾ ഹാർബർ ഡിസൈൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്ത് ടൈഡ്സ് എന്താ നമ്മൾ പറഞ്ഞായിരുന്നു. വാട്ടർ ഓൺ ദി സർഫസ് ഓഫ് എർത്ത് ഈസ് എഫക്റ്റഡ് ബൈ സൺ, മൂൺ ആൻഡ് എർത്ത് റൊട്ടേഷൻ വെച്ചിട്ട് ഈ വാട്ടർ സർഫസ് എഫക്റ്റഡ് ആവുന്നുണ്ട്. അപ്പൊ ടൈഡൽ വേരിയേഷൻ പ്രൊഡ്യൂസസ് ഡിഫിക്കൽട്ടീസ് ഇൻ സ്റ്റേബിൾ ഫ്ലോട്ടിംഗ് ഓഫ് വെസൽസ്, അല്ലെങ്കിൽ ഷിപ്പിന്റെ ഒക്കെ സ്റ്റേബിൾ ഫ്ലോട്ടിങ്ങിനെ ഈ ഒരു ടൈഡൽ വേരിയേഷൻസ് എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് ടൈഡ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഇവിടെ കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇവിടെ എക്സാമിന് എഴുതുമ്പോൾ ആ കാര്യങ്ങൾ ഇവിടെ എഴുതണം. ഓക്കെ, പിന്നെ വേവ്സ് ആൻഡ് വിൻഡ്. ഓക്കെ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ് വിച്ച് ആക്ട് ഓൺ ഹാർബർ എന്ന് പറയുന്നതാണ് വിൻഡിനും വേവ്സും. ഓക്കെ, അപ്പം സ്റ്റോം വേവ്സ് ഫോം ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ബൈ ദി ആക്ഷൻ ഓഫ് വിൻഡ് ആണ്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് വേവ്സ് നമുക്ക് പറയാം. വേവ്സ് ഓഫ് ഓസിലേഷൻ, അത് സ്റ്റേഷനറി ആണ്, അത് എവിടെയാണോ ഉണ്ടാകുന്നത് അവിടെ തന്നെ ആയിരിക്കും, നല്ല മൂവ്മെന്റ് ഒന്നും ഇല്ല. രണ്ടാമത് വേവ്സ് ഓഫ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്ററി വേവ്സ്, അതിനൊരു മൂവ്മെന്റ് ഉണ്ട്, ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട് ബൈ ദി ആക്ഷൻ ഓഫ് വിൻഡ്. ഓക്കെ, അപ്പം ഓസിലേഷൻ വേവ്സും ഉണ്ട്, ഓസിലേറ്ററി വേവ്സും ഉണ്ട്, ട്രാൻസ്ലേറ്ററി വേവ്സും ഉണ്ട്. ഓസിലേറ്ററി എന്ന് പറയുമ്പോൾ അത് സ്റ്റേഷനറി ആയിരിക്കും, ട്രാൻസ്ലേറ്ററി എന്ന് പറയുമ്പോൾ അതിന് ഫോർവേഡ് മോഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ പറയാനുള്ളത് എല്ലാ ട്രാൻസ്ലേറ്ററി വേവ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓസിലേഷൻ വേവ്സ് ആയിട്ടാണ്. ഓക്കെ, പിന്നെ വിൻഡിന്റെ ആക്ഷൻ വഴിയാണ് അത് ട്രാൻസ്ലേറ്ററി ആയിട്ട് മാറുന്നതും അത് ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഒരു ഹാർബർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഹാർബർ ഡിസൈൻ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് മെയിൻ കൺസേൺ എന്ന് പറയുന്ന ആൾക്ക് എന്തായിരിക്കും, ഈ ഇങ്ങനെ വരുന്ന ട്രാൻസ്ലേറ്ററി വേവ്സ് ആയിരിക്കും. അതിന്റെ എഫക്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതായിരിക്കും അവർ മെയിൻലി നോക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് വേവിന്റെ മൂവ്മെന്റ് കാണിക്കുന്നതാണ്. സീ ബെഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, സീ ബെഡ്. പിന്നെ ഇങ്ങനെ ഷോറിലോട്ട് ഷോർ പോർഷൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം വേവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ പോകുന്നത്. അതിന്റെ ടോപ്പ് പോർഷനാണ് ക്രസ്റ്റും ബോട്ടം പോർഷനെ ട്രഫ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. ഓക്കെ, അപ്പം നോക്കിയാൽ ദ മൂവ്മെന്റ് ഓഫ് ട്രാൻസ്ലേറ്ററി പാർട്ടിക്കിൾ ഓഫ് വാട്ടർ ഓഫ് ദി വേവ് as it nears the shore or obstruction is such as to make the crest gain on the trough, causing a steeper crest. ഓക്കെ, അപ്പം ഇങ്ങനെ ഷോർ ഏരിയ സീ ബെഡ് വേവ്സ് ഇങ്ങനെ വരുവാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ട്രാൻസ്ലേറ്ററി പാർട്ടിക്കൽ ആണ് ഈ വേവ്സ്, ട്രാൻസ്ലേറ്ററി വേവ്സ് ആയിരിക്കും. അപ്പം ഇത് എന്താ നടക്കുന്നത് വെച്ചാൽ ഷോറിന്റെ അടുത്തോട്ട് എത്തും തോറും എന്താ പറ്റുന്നത് വെച്ചാൽ ഈ ട്രഫ് പോർഷനിലെ, ട്രഫ് എന്ന് പറയുമ്പോൾ ഈ ലോവസ്റ്റ് പോർഷൻ, അതും ഇങ്ങനെ ക്രസ്റ്റായി മാറാനുള്ള ടെൻഡൻസി. ഓക്കെ, അതിനാണ് ക്രസ്റ്റ് ഗെയിനിങ് ഓൺ ട്രഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ടെൻഡൻസി വരും. അപ്പോഴെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത് അങ്ങ് സ്റ്റീപ്പറായി മാറും. മൊത്തത്തിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റീപ്പറായി മാറും. എന്നിട്ടത് ഓവർഹാങ് ആകും, ഇങ്ങനെ ഓവർഹാങ് ആയിട്ട് എടുക്കും. ഓവർഹാങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹാങ് ചെയ്ത് പോകുന്നതിനാണ്, ഫോർവേഡിലോട്ട് ഹാങ് ചെയ്ത് പോകുന്നതിനാണല്ലോ ഓവർഹാങ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ ഈ ഷോർ പോർഷനിൽ വന്ന് ബാങ് ചെയ്യുന്ന വെച്ചാൽ അവിടെ വന്ന് ഇങ്ങനെ ഇടിക്കും. എന്നിട്ട് എന്താ അതിങ്ങനെ ബാക്കിലോട്ട് അങ്ങ് പോരുവാണല്ലോ. അങ്ങനെ വന്ന് ഇടിച്ചിങ്ങനെ പോരുമ്പോഴേക്കും എന്താ ഇവിടെ ആൻഡ് ബ്രേക്സ് ഇൻ ടു ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പതഞ്ഞു പോകത്തില്ലേ, നമ്മൾക്കറിയാലോ, ബീച്ചിൽ നമ്മൾ കാണാറുണ്ട്. ട്രാൻസ്ലേറ്ററി വേവ്സ് ഇങ്ങനെ വരുന്നു. അപ്പൊ അതിന്റെ ക്രസ്റ്റും ട്രഫും ഉണ്ട്. ഇതിന് അടുത്തെത്തും തോറും അതിന്റെ ട്രഫിന് ക്രസ്റ്റ് ഗെയിനിങ് നടക്കും.
ഓക്കെ, അപ്പോൾ ക്രസ്റ്റ് കുറച്ചുകൂടി സ്റ്റീപ്പറായി മാറും. എന്നിട്ട് അത് ഈ ഒരു പോർഷനിൽ വരുമ്പോൾ അതിങ്ങനെ ഓവർഹാങ് ആയിട്ട് മാറും. എന്നിട്ട് ഓവർഹാങ് ആയിട്ട് അത് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇടിക്കുമല്ലോ, ഷോറിൽ വന്ന് ഇടിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ അവിടെ വന്ന് ഇടിച്ച് ഇങ്ങനെ പോരുമ്പോഴേക്കും അവിടെ ഇങ്ങനെ പതഞ്ഞു പോരും. അതിനാണ് ബ്രേക്സ് ഇൻറ്റു ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ ആ പതഞ്ഞു വരുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ പോരും. ഇതാണ് വേവ് മൂവ്മെന്റ് കാണിക്കുന്ന ഒരു ഫിഗറാണ്. ഓക്കെ, അടുത്തത് വേരിയസ് ഫോഴ്സസ് ഡ്യൂ ടു വേവ് ആക്ഷൻ കാരണം ആ ഒരു സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന പല പല ഫോഴ്സസ് എന്താണെന്ന് നോക്കാം. ഒന്ന്, എ ഡയറക്റ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് കോസിങ് കംപ്രഷൻ. ഇപ്പോൾ ഒരു ഒരു ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, ഹാർബറിനെ ആ സീ വേവ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വോളാണല്ലോ. നമ്മൾ കണ്ടായിരുന്നു ഫീച്ചേഴ്സ് ഓഫ് ഹാർബർ പറഞ്ഞപ്പോൾ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു വോളിലോട്ട് ഈ വേവ് വന്ന് അടിക്കുകയെന്ന് വിചാരിക്കുക കേട്ടോ. വേവ് വന്ന് ഇങ്ങനെ ഇടിച്ചിടിച്ച് പോരുമെന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു സംഭവം ഇതാണെന്ന് നോക്കുക കേട്ടോ. ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ അത് റബിൾ മൗണ്ട് ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ സാധാരണ റബിൾ സ്റ്റോണില്ലേ, അതിങ്ങനെ വെച്ചിട്ട് അതിന് മേളിൽ ഇങ്ങനെ എന്തെങ്കിലും വെർട്ടിക്കലായിട്ടുള്ള വോൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബ്രേക്ക് വാട്ടർ ആണെന്ന് വിചാരിക്കുക. അപ്പം ഇവിടം കൊണ്ട് ഈ വേവ് വന്ന് അടിക്കുമ്പം ആദ്യം ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കോസിങ് കംപ്രഷൻ ഉണ്ടാക്കുന്ന രീതിയിലൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് അവിടെ ഉണ്ടാവുന്നത്. രണ്ടാമത്തത്, എ ഡിഫ്ലക്റ്റഡ് വെർട്ടിക്കൽ വേവ് ടെൻഡിങ് ടു ഷിയർ അവേ എനി പ്രൊജക്ഷൻ ഓൺ ദി ഫേസ് ഓഫ് ദി വോൾ. അതാണ് ഇവിടെ എ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. മേലോട്ടൊരു ഡിഫ്ലക്റ്റഡ് അപ്വേർഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടോ, വെർട്ടിക്കൽ ഫോഴ്സ് ആണ് അത്. ഈ വോളിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ഷിയർ ചെയ്ത് പോകുന്ന രീതിയിലൊരു എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് അവിടെ. ഓക്കെ, രണ്ടാമത്തത്, എ ഡൗൺവേർഡ് വെർട്ടിക്കൽ ഫോഴ്സ് ഡ്യൂ ടു കൊളാപ്സ് ഓഫ് ദി വേവ് വിച്ച് ടെൻസ് ടു ഡിസ്റ്റർബ് ദി മൗണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് ദി ഫൗണ്ടേഷൻ ആൻഡ് സീബെഡ്. പിന്നെ താഴോട്ടൊരു വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അത് എന്തെടുക്കുന്ന വെച്ചാൽ ഈ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ആ ഫൗണ്ടേഷനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലായിരിക്കും അങ്ങനെ ആ ഡൗൺവേർഡ് വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അടുത്തത്, എ സക്ഷൻ ഡ്യൂ ടു ദി റിട്ടേൺ ഓഫ് വാട്ടർ ആഫ്റ്റർ സ്ട്രൈക്കിംഗ് വിച്ച് ടെൻസ് ടു ഡിസ്റ്റർബ് ദി മൗണ്ട്സ് ഇൻ ഫൗണ്ടേഷൻ. മൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കൂന കൂട്ടിയിടുന്ന ഹീപ്പ് എന്നൊരർത്ഥമില്ല, അത് തന്നെയാണ്. അപ്പം ഇവിടെ റബിൾ മൗണ്ട് ഫൗണ്ടേഷൻ, റബിളാണ് ഇങ്ങനെ കൂന കൂട്ടിയിട്ടിരിക്കുന്നത്, അതിന് മേളിലാണ് നമ്മൾ ആ വോൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു വേവ് വന്നിങ്ങനെ വോളിൽ വന്ന് ഇടിക്കുമ്പം തിരിച്ച് ബാക്കിലോട്ടൊരു റിട്ടേൺ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ആ ഫോഴ്സും എന്താണ്, ആ റബിൾ മൗണ്ടിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലായിരിക്കും പോകുന്നത്. ഓക്കെ, ഈ 4 മെയിൻലി ഒരു വേവ് ഇമ്പാക്ട് ഓൺ സീ വോൾ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഒഴിച്ച് ബാക്കി A, B, Cയും ഈ ഒരു ഫിഗറിൽ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേവ് ആണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. വേവ് ഇങ്ങനെ വരുന്നു എന്നാണ് കാണിക്കുന്നത് ഇവിടെ, ഇങ്ങനെ പോയിരിക്കുന്നത്, ക്രസ്റ്റും ട്രഫും കാണിച്ചിരിക്കുന്നത്. പിന്നെ അപ്വേർഡ് ഫോഴ്സ്, വെർട്ടിക്കൽ ഫോഴ്സ്, പിന്നെ അങ്ങോട്ടുള്ള റിട്ടേൺ സക്ഷൻ ഫോഴ്സ്. ഓക്കെ, ഇനിയും ഈ ഒരു പറഞ്ഞ ഫണ്ടമെന്റൽ ഫോഴ്സിന്റെ ആപ്ലിക്കേഷൻ കാരണം എന്തൊക്കെ ഫിനോമിനാസ് ആ ഒരു വോൾ ഉള്ള പോർഷനിൽ ഉണ്ടാവും എന്ന് നോക്കാം. ഓക്കെ, അതിന്റെ എഫക്റ്റ് കാരണം എന്തൊക്കെ ഉണ്ടാവുമെന്ന്. ഓക്കെ, അപ്പോൾ ഒന്ന്, എ പവർഫുൾ മൊമെന്ററി ഇമ്പാക്ട് കമ്പൈൻഡ് വിത്ത് എ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോർ എ ഷോർട്ട് പീരിയഡ്. ഓക്കെ, ഫോർ എ ഷോർട്ട് പീരിയഡിലേക്ക് അവിടെ ഒരു മൊമെന്ററി ഇമ്പാക്റ്റ് ഉണ്ടാവും. ആ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ആ വാട്ടറിന്റെ പ്രഷർ കാണും. പിന്നെ വൈബ്രേറ്ററി എഫക്റ്റ് ഉണ്ടാവും, ആ സ്ട്രക്ചറിൽ മൊത്തത്തിൽ ഒരു വൈബ്രേറ്ററി എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ആ ബ്രേക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് കുറേ പോഴ്സ് ഒക്കെ കാണും, ജോയിന്റ് ഒക്കെ കാണും. അപ്പം അതിൽ വാട്ടർ ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു വേവ് വന്ന് അടിക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അനുസരിച്ച് അതിലൊരു ഇന്റേണൽ പ്രഷർ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് പല ഡയറക്ഷനിലായിട്ട് ആ പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ആവും. പിന്നെന്താണ്, ഈ പോഴ്സിൽ ചിലപ്പം എയർ ഇങ്ങനെ കൺഫൈൻഡ് ആയിരിക്കും. അപ്പം ഇങ്ങനെ വേവ് വന്ന് അടിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റിൽ ഓൾട്ടർനേറ്റ് കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് എയർ ഇൻ ദി പോഴ്സ് അല്ലെങ്കിൽ ക്യാവിറ്റി ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു എഫക്റ്റ് ഓഫ് വേവ് ആക്ഷൻ കാരണം ആ ഒരു പോർഷൻ ഉണ്ടാകുന്ന പല പല അവസ്ഥകൾ. ഓക്കെ, അടുത്തത് നമ്മൾ പ്രൊട്ടക്ഷൻ ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ ബ്രേക്ക് വാട്ടർ ഇല്ലേ, അതിൻ്റെ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ടാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് എന്താണ് ബ്രേക്ക് വാട്ടർ എന്നും അതിന് നീഡ് എന്താണെന്നും അതിലുണ്ടാകുന്ന വേരിയസ് ഫോഴ്സസും ക്ലാസിഫിക്കേഷൻസും നോക്കാം. അപ്പം ബ്രേക്ക് വാട്ടർ എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ, പ്രൊട്ടക്റ്റീവ് ബാരിയർ വിച്ച് ഈസ് യൂസ് ടു എൻക്ലോസ് ദി ഹാർബർ ആൻഡ് ടു കീപ് ദി ഹാർബർ വാട്ടർ അൺഡിസ്റ്റർബ്ഡ് ഫ്രം ദി എഫക്റ്റ് ഓഫ് ഹെവി ആൻഡ് സ്ട്രോങ് സീ വേവ്സ്. ഓക്കെ, അപ്പോൾ ഹാർബറിനെ നമ്മൾ എൻക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റീവ് ബാരിയർ യൂസ് ചെയ്യുന്നത്. അപ്പം ഹെവി ആയിട്ടുള്ള സ്ട്രോങ് സീ വേവ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ,
പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് റിഫ്ലക്ട് ആൻഡ് ഡിസിപ്പേറ്റ് ദി ഫോഴ്സ് ഓഫ് വിൻഡ് ജനറേറ്റഡ് വേവ്സ് ആൻഡ് ദെയർ ബൈ പ്രിവെന്റ് വാട്ടർ ഏരിയ ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു പ്രൊട്ടക്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ വേവ്സ്, വിൻഡിന്റെ എഫക്റ്റ് ചെയ്യുന്ന വേവ്സ് ഉണ്ടാവുമല്ലോ, ആ വേവ്സ് വന്നിട്ട് എന്താ ഇതിൽ വന്ന് റിഫ്ലക്ട് ചെയ്യുമല്ലോ, വന്ന് ഇടിച്ചിട്ട് അങ്ങ് റിഫ്ലക്ട് ചെയ്ത് പോകും. അപ്പം അങ്ങ് റിഫ്ലക്ട് ചെയ്ത് പോകാനും പിന്നെ ആ ഒരു വിൻഡ് എനർജി ഉണ്ടല്ലോ, അല്ലെങ്കിൽ വേവ് എനർജി, അതിനെ അങ്ങ് ഇല്ലാതാക്കാനും, എന്ന് വെച്ചാൽ ഡിസപ്പിയർ ചെയ്യാനും, അതിനാണല്ലോ ഡിസിപ്പേറ്റ് എന്ന് പറയുന്നത്. ആ വരുന്ന എനർജീനെ റെഡ്യൂസ് ചെയ്ത് അതിനെ ഇല്ലാതാക്കണം, അകത്തോട്ട് കയറ്റാതെ, ഹാർബർ ഏരിയയിലോട്ട് കയറ്റാതെ റെഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ബ്രേക്ക് വാട്ടർ ഹെൽപ്പ് ചെയ്യും. പിന്നെ പറഞ്ഞിരിക്കുന്നത് സെയിം തന്നെ, ടു ബ്രേക്ക് ദി മൊമെന്റം ഓഫ് വാട്ടർ ബൈ മീൻസ് ഓഫ് വേവ് ബ്രേക്കർ. ഇതെല്ലാം ഒരു വേവിനെ ബ്രേക്ക് ചെയ്യുന്ന സാധനമാണല്ലോ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു വാട്ടറിന്റെ മൊമെന്റം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയും നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ബ്രേക്ക് ചെയ്യലൊക്കെ ചെയ്ത് വെച്ചാലാണല്ലോ നമുക്ക് അതിനുള്ളിലുള്ള ഹാർബറിൽ സേഫ് ആൻഗ്രേജ് ഫോർ ഷിപ്പും പിന്നെ ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ ഈസിലി, കാരണം കാം വാട്ടർ ആയിരിക്കും ഹാർബറിന്റെ ഉള്ളിൽ, അധികം വേവിന്റെ എഫക്റ്റ് ഒന്നുമില്ല. അപ്പം നമുക്ക് കാർഗോസ് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഓക്കെ, ഒരു ഫിഗർ ഹാർബറിലെ കൊടുക്കുന്ന ഒരു ബ്രേക്ക് വാട്ടർ കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, കാണാമല്ലോ നിങ്ങൾക്ക്, അതിനപ്പുറം ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് വേവ്സ് ഒക്കെ ആയിരിക്കും. ഇതിനകത്ത് പ്രോപ്പർലി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കാം വാട്ടർ ആയിരിക്കും. അടുത്തത് വാട്ട്സ് ദ നീഡ് ഓഫ് ബ്രേക്ക് വാട്ടർ, അല്ലെങ്കിൽ നെസസിറ്റി ഓഫ് ബ്രേക്ക് വാട്ടർ എന്തൊക്കെയാണ് നോക്കാം. ബ്രേക്ക് വാട്ടേഴ്സ് ആർ ബിൽഡ് to provide shelter from waves, to manipulate the littoral or sand transport conditions and thereby to trap some sand entrance inside the anchorage area. ഓക്കെ, അപ്പം എന്താണ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്? ഷെൽട്ടർ ഏരിയ ആയിട്ട്, എന്ന് വെച്ചാൽ വേവ്സിനെ അകത്തോട്ട് കയറ്റാത്ത രീതിയിൽ നമ്മളൊരു ഷെൽട്ടർ ഏരിയ ആയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചിലപ്പം വേവിൻ്റെ കൂടെ ഇങ്ങനെ സാൻഡ് ഒക്കെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ അകത്തോട്ട് മീൻസ് ആൻഗ്രേജ് ഏരിയ അല്ലെങ്കിൽ ഹാർബർ ഏരിയയിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ട്രാപ്പ് ചെയ്യാനും നമുക്ക് ഈ ഒരു ബ്രേക്ക് വാട്ടർ കൊണ്ട് ഹെൽപ്പ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് പറഞ്ഞിരിക്കുന്നത് എ ബ്രേക്ക് വാട്ടർ ഈസ് എ ലാർജ് പൈൽ ഓഫ് റോക്സ് ബിൽഡ് പാരലൽ ടു ദി ഷോർ. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ബ്ലോക്ക് ദി വേവ്സ് ആൻഡ് സർഫ്. പിന്നെ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് കുറേ റോക്സുകൾ കൂടി വരുന്നതാണ്. ഓക്കെ, പിന്നെ വേവ്സ്, അതുപോലെ തന്നെ സർഫ് എന്ന് വെച്ചാൽ ആ ഒരു സെയിം എഫക്ട്, ഞാൻ ഫ്രോത്ത് എന്ന് പറഞ്ഞില്ല, ആ ഒരു പതഞ്ഞു വരുന്നത്, അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെ ബ്രേക്ക് വാട്ടർ നമുക്ക് വാട്ടർ സർഫസിന് ബിലോ ആയിട്ട് വേണേൽ കൊടുക്കാം. അതിനെയാണ് സബ്മേഴ്സ്ഡ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. അപ്പം സബ്മേഴ്സ്ഡ് ബ്രേക്ക് വാട്ടറിന്റെ ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ അത് ബീച്ച് ഇറോഷൻസിനൊക്കെ റെഡ്യൂസ് ചെയ്യിക്കും. ഓക്കെ, പിന്നെ ഇതിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ റീഫ്സ് എന്നും കൂടെ പറയാം. റിഫ് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ, നമുക്ക് കോറൽ റിഫ്സ് എന്നൊക്കെ പറയത്തില്ലേ, അത് ഓഷ്യന്റെ സർഫസിൽ ഇങ്ങനെ സ്റ്റോൺസ് ഒക്കെ വന്ന് കിടക്കുന്നതാണ് റിഫ് എന്ന് പറയുന്നത്. കോറൽ റിഫ്സ് നമ്മൾ അവിടെ കോറൽസ് ആയിരിക്കും ഇരിക്കുന്നത്. അതുപോലെ ഈ സബ്മേഴ്സ്ഡ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുമ്പോഴും ബിലോ ദി വാട്ടർ സർഫസ് ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ റിഫ്സ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് ഹാർബറിലുള്ള വാട്ടറിനെ കാമായിട്ട് വെക്കാനും, പിന്നെ ഹാർബർ മാത്രമല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെറൈനാസ്, നമുക്ക് ഹാർബർ പോലെ തന്നെയാണല്ലോ മെറീന ഹാർബേഴ്സ് എന്നൊക്കെ പറഞ്ഞല്ലോ, അല്ലാത്ത ഫെസിലിറ്റീസിന് വേണ്ടിയുള്ളത്. അപ്പം അങ്ങനത്തെ സ്ഥലത്തൊക്കെ കാം വാട്ടർ കീപ്പ് ചെയ്യാൻ നമുക്ക് ഈ ബ്രേക്ക് വാട്ടേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് പല ടൈപ്പ് ഓഫ് ബ്രേക്ക് വാട്ടേഴ്സ് ആണ്, പല രീതിയിലുള്ള നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ബ്ലോക്ക് പോലെ കിട്ടും, ഇച്ചിരി വലിയ ബ്ലോക്സ് ആയിട്ട് കിട്ടും, പല ഇങ്ങനെ ഓരോ ഷേപ്പിൽ കാണാം. പിന്നെ ഇതിൽ കുറെ ഉണ്ടാവും സാധാ റോക്ക്, റംബിൾ സ്റ്റോൺസും പിന്നെ ഇങ്ങനെ ടയർ പോലത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ പല ഷേപ്പിൽ ബ്രേക്ക് വാട്ടേഴ്സ് അവൈലബിൾ ആണ്. അടുത്തത് വേരിയസ് ഫോഴ്സസ് ഓൺ ബ്രേക്ക് വാട്ടേഴ്സ്. ഓക്കെ, അപ്പം മെയിൻലി 4 ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണ് ബ്രേക്ക് വാട്ടേഴ്സിൽ ഉണ്ടാകുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സസ്, സോൾവെന്റ് ആക്ഷൻ ഓഫ് സീ വാട്ടർ, പിന്നെ സീ ഇൻസെക്ട് കാരണമുള്ള എഫക്റ്റ്. ഓക്കെ, അതിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ വാട്ടറിന്റെ ഒരു പ്രസൻസ് കാരണം അല്ലെങ്കിൽ വാട്ടറിന്റെ എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദിസ് ഫോഴ്സ് റെഡ്യൂസസ് ദി അപ്പാരന്റ് വെയിറ്റ് ആൻഡ് ഹെൻസ് ദി മെറൈൻ സ്ട്രക്ചേഴ്സ് സഫർ ദീസ് ലോസസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് അൺലെസ് ദി ഫൗണ്ടേഷൻ ആർ അബ്സല്യൂട്ട്ലി ഇംപെർവിയസ്. ഓക്കെ, ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ബ്രേക്ക് വാട്ടറിന് നമ്മളൊരു ഫൗണ്ടേഷൻ പോലെ കൊടുക്കൂല, ആ ഫൗണ്ടേഷൻ ഇംപെർവിയസ് അല്ലെങ്കിൽ എന്നുവെച്ചാൽ വെള്ളം കയറി പോകുന്ന രീതിയാണ്. പെർവിയസ് ആണെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ വെള്ളം ആ പോർഷനിലോട്ടെല്ലാം കയറി വന്നാൽ മൊത്തത്തിൽ ആ സ്ട്രക്ചറിന്റെ വെയിറ്റ് അങ്ങ് റെഡ്യൂസ് ആവും. ഓക്കെ, അപ്പം എന്താ പറ്റുന്നത്, അതിനിങ്ങനെ ഒരു അപ്ലിഫ്റ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും.
അതിനാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. വാട്ടറിന്റെ പ്രസൻസ് കാരണം അവിടെ ആ സ്ട്രക്ചറിൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നതിനെയാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ ഫോഴ്സസ് കാരണം എഫക്റ്റ് ഉണ്ടാവും. അതെന്താന്ന് വെച്ചാൽ ഡ്യൂ ടു വിൻഡ് ആൻഡ് വേവ്, വിൻഡിന്റെയും വേവിന്റെ ആക്ഷൻ കാരണം. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാൽ ദ പവർ ഓഫ് വിൻഡ് പ്രൊഡ്യൂസസ് വൈബ്രേഷൻ ഇൻ ദി മേസണറി സ്ട്രക്ചർ ആൻഡ് വീക്കൻസ് ദി ഡിഫറെന്റ് കോഴ്സസ് ഓഫ് മേസണറി. ഓക്കെ, അപ്പം വിൻഡിന്റെ പവർ കാരണം മേസണറി സ്ട്രക്ചറിൽ ഒരു വൈബ്രേഷൻ ആക്ഷൻ ഉണ്ടാവും. അങ്ങനെ എന്താ പറ്റുന്നത്, അത് വീക്കാവും. ഈ വൈബ്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് വീക്ക് ആവുമല്ലോ. അതുപോലെ തന്നെ അത് വിൻഡിന്റെ എഫക്റ്റ്. ഇനി വേവിന്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതൊരു സക്ഷൻ ആക്ഷൻ അതിലുണ്ടാക്കും. അപ്പം അത് ഇറോഷൻ ഓഫ് ദി ഫൗണ്ടേഷനിൽ അവിടെ ഇറോഷൻ ഉണ്ടാകാനും ഈ ഒരു വേവിന്റെ ഭയങ്കരമായിട്ട് വന്ന് തട്ടിയതിന്റെ ഒരു എഫക്റ്റിൽ അവിടെ ഒരു സക്ഷൻ ഫോഴ്സും എന്ന് വെച്ചാൽ റിവേഴ്സ് ഫോഴ്സ് പോലെ ഉണ്ടായി ഫൗണ്ടേഷൻ അങ്ങ് ഇടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ അല്ലെങ്കിൽ അത്രയും സെക്യൂറും സേഫ് ആയിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. ഓക്കെ, ഇനി അടുത്തത് സോൾവെന്റ് ആക്ഷൻ ഓഫ് സീ വാട്ടർ. അപ്പം സീ വാട്ടറിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്ത മെറ്റീരിയൽസ് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം ക്വാളിറ്റി അത്ര ഇല്ലാത്ത സീ വാട്ടർ, ഭയങ്കര സലൈൻ വാട്ടർ ഒക്കെ ആണെങ്കിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയലിനെ അത് ഡാമേജ് ചെയ്യിക്കും. പിന്നെ അടുത്തത് സീ ഇൻസെക്ട്. ഓക്കെ, സീ ഇൻസെക്ടിന്റെ ആക്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ അത് ഈ ഫൗണ്ടേഷന് ഒക്കെ ഇല്ലേ അങ്ങനത്തേനെയൊക്കെ അണ്ടർമൈൻ ചെയ്യും, താഴേന്ന് വന്നിട്ട് അതിനെ എഫക്റ്റ് ചെയ്യും. അപ്പം അതിൽ കുറെ ഇങ്ങനെ കുഴി പോലെ ക്യാവിറ്റി പോലെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒരു സേഫ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കേണ്ട ഒരു കപ്പാസിറ്റി അത് നഷ്ടപ്പെടും. ഓക്കെ, അപ്പം അണ്ടർമൈനിങ് ഓഫ് ദി ഹാർഡസ്റ്റ് ആൻഡ് സൗണ്ടസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് ഈ ഒരു സീ ഇൻസെക്ട് കാരണം ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫോർ ദിസ് റീസൺ ദാറ്റ് ദി മെറൈൻ സ്ട്രക്ചേഴ്സ് ആർ മെയ്ഡ് സ്പെഷ്യലി ബൾക്കി ആൻഡ് സ്ട്രോങ്. അതുകൊണ്ട് തന്നെ നമ്മൾ മെറൈൻ സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടും ബൾക്കി ആയിട്ടും വെക്കണം. ബൾക്കി ആയിട്ട് വെക്കുമ്പോൾ ഇൻ കേസ് അത് ഇൻസെക്ട് വന്ന് എഫക്ട് ചെയ്താലും അണ്ടർമൈനിങ് ചെയ്താലും അത് അധികം അതിനെ എഫക്ട് ചെയ്യുന്നില്ല, കാരണം അത്രയും കട്ടിക്കായിരിക്കും നമ്മൾ ആ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രേക്ക് വാട്ടേഴ്സ്. അപ്പം മെയിൻലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ, മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ, പിന്നെ അപ്രൈറ്റ് വോൾ ബ്രേക്ക് വാട്ടർ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ. സെയിം അർത്ഥം തന്നെയാണ്. മൗണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ പൈലിംഗ് പോലെ ഇങ്ങനെ കെട്ടി വെക്കുന്നതിന് ആണ് മൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹീപ്പ് ബ്രേക്ക് വാട്ടർ. അപ്പോൾ ഇതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന വെച്ച് നോക്കുക. കൺസ്ട്രക്റ്റഡ് ബൈ ഡംപിങ് ഓഫ് റബിൾ സ്റ്റോൺസ് ഇൻ ടു ദി സീ ടിൽ ദി ഹീപ്പ് എമേർജസ് ഔട്ട് ഓഫ് ദി വാട്ടർ. ഓക്കെ, ഇങ്ങനെ ചുമ്മാ റബിൾ സ്റ്റോൺസ് ഇങ്ങനെ ഡംപ് ചെയ്ത് വരും ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ഹീപ്പ് വെള്ളത്തിന് മേളിലെത്തുന്ന വരെ നമ്മളിങ്ങനെ ഹീപ്പിംഗ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ദ മൗണ്ട് ബീങ് കൺസോളിഡേറ്റഡ് ആൻഡ് സൈഡ് സ്ലോപ്സ് റെഗുലേറ്റഡ് ബൈ ദി ആക്ഷൻ ഓഫ് വേവ്സ്. ഇങ്ങനെ ചെയ്ത് മൗണ്ട് ഒരുമിച്ച് ഒരു ഒറ്റ ഒരു സ്ട്രക്ചറായി മാറും. നമ്മൾ ഇട്ടിട്ട് പല സ്റ്റോൺസ് ആണല്ലോ അതെല്ലാം ഒരുമിച്ച് ടുഗദർ ആക്കുന്നതിനാണല്ലോ കൺസോളിഡേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു അവസ്ഥയിലെത്തും. അതുപോലെ തന്നെ ആ ഡംപ് ചെയ്തതിൻ്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് അവിടെ എപ്പോഴും എന്താ ആക്ഷൻ ഓഫ് വേവ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് അസംബിൾ ഓഫ് നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ ഡെപ്പോസിറ്റഡ് വിത്തൗട്ട് എനി റിഗാർഡ് ടു ബോണ്ട് ഓർ ബൈൻഡിങ് മെറ്റീരിയൽ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഹെട്രോജീനിയസ് അസംബിൾ ആണെന്ന് വെച്ചാൽ പല മെറ്റീരിയൽസ് കൂടുന്നതായിരിക്കും. ഒറ്റ ബ്രേക്ക് ഈ ഒരു ഹീപ്പ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് ഒറ്റ മെറ്റീരിയൽ മാത്രം ആയിരിക്കില്ല നമ്മൾ ഡംപ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ബ്ലോക്സ് ഇടും, ചിലപ്പോൾ നമ്മൾ അതിനൂടെ തന്നെ നമ്മൾ റബിൾ സ്റ്റോൺസ് ഇടുന്നുണ്ട്. അങ്ങനെ ഹെട്രോജീനിയസ് ആയിരിക്കും. പിന്നെ ബോണ്ട് എത്തുന്നുണ്ടോ, ബൈൻഡിങ് മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിടും, അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്ന പോലെ ചുമ്മാ ഇടുകയും ചെയ്യും. ജസ്റ്റ് അതിൽ ഡംപ് ചെയ്ത് പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലെയർ ആയിട്ട് ഇടും, ലേ ചെയ്യും. അത് ഞാൻ അടുത്ത ഫിഗറിൽ കാണിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അധികം ഡെപ്ത് ഓഫ് വാട്ടർ ഇല്ലാത്ത ഏരിയയിൽ, എന്ന് വെച്ചാൽ വെൻ വാട്ടർ ഡെപ്ത് ആർ ലാർജ് RBW എന്ന് വെച്ചാൽ റബിൾ ബൗണ്ട് വാട്ടർ ബ്രേക്ക് വാട്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റബിൾ ബ്രേക്ക് വാട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യത്തില്ല, കാരണം ഹ്യൂജ് വോളിയൂം ഓഫ് റോക്ക് അവിടെ വേണ്ടി വരുന്നുണ്ട് വാട്ടർ ഡെപ്ത് കൂടുതലാണെങ്കിൽ. സോ ഇത് നമ്മൾ 50 മീറ്റർ വാട്ടർ ഡെപ്ത് ഉള്ളിടത്താണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സ്പേസിന്റെ പ്രോബ്ലം ഉള്ളിടത്ത് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇഫ് ഹാർബർ സൈറ്റ് മേ ഹാവ് ടു ബി യൂസ്ഡ് ഫോർ ബെർത്തിങ് ഓഫ് ഷിപ്പ്. ഈ ഹാർബറിൽ നമ്മൾ ബെർത്തിങ് ഓഫ് ഷിപ്പ് ചെയ്യേണ്ട ഏരിയ ആണെങ്കിൽ അവിടുത്തെ ബ്രേക്ക് വാട്ടറിനോട് അടുത്തായിട്ടാണല്ലോ നമ്മൾ ഈ ആൻഗ്രേജിന് വേണ്ടിയുള്ള കൊടുക്കുന്നത്. അപ്പം ആ ബ്രേക്ക് വാട്ടറിന്റെ സ്ലോപ്പിൽ നമുക്ക് ബെർത്തിങ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഇങ്ങനത്തെ റബിൾ ആയിട്ടുള്ള ഹീപ്പായിട്ടുള്ള ബ്രേക്ക് വാട്ടർ ആണെങ്കിൽ. ഓക്കെ,
അപ്പം എന്താണ്, റബിൾ സ്റ്റോൺ ഇങ്ങനെ ഡംപ് ചെയ്യുന്നതാണ് ഹെട്രോജീനിയസ് ആണ്. എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആകാം, നാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസ് ആകാം. ഡെപ്ത് കൂടുന്നതനുസരിച്ച് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, 50 മീറ്റർ വരെയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ സ്പേസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ, അധികം ഒത്തിരി സ്പേസ് ഇല്ലാത്ത ഹാർബർ ആണെങ്കിൽ അവിടെ ഈ ഒരു റബിൾ സ്റ്റോൺസ് വെക്കുക എന്ന് പറയുന്ന അത്രയും കൂടെ സ്പേസ് അവിടെ യൂസ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഹാർബർ സൈഡിൽ നമുക്ക് ബെർത്തിങ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഈ ടൈപ്പ് ഓഫ് സ്റ്റോൺസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇതും നേരത്തെ പറഞ്ഞ ഹീപ്പ് ബ്രേക്ക് വാട്ടർ തന്നെയാണ്. പക്ഷെ ഇതിൽ ആ റബിൾസ് ഒക്കെ സ്റ്റോണൊക്കെ കുറച്ചുകൂടെ അറേഞ്ച് ചെയ്താണ് പോയിരിക്കുന്നത്. നടുക്കത്തെ പോർഷനിൽ സാധാ സ്റ്റോണും പിന്നെ അതിൻ്റെ അപ്പുറം ഇപ്പുറം ആയിട്ട് കോൺക്രീറ്റ് ബ്ലോക്സ് വെച്ചിട്ട് അങ്ങനെ അറേഞ്ച്ഡ് ലെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാലോ. എക്സ്റ്റീരിയർ എന്ന് വെച്ചാൽ ഇപ്പം ഹാർബർ ഏരിയ ആയിരിക്കും, ഹാർബർ ഏരിയയുടെ ഇന്റീരിയർ പോർഷനെയാണ് ഇന്റീരിയർ എന്നുകൊണ്ട് കാണിക്കുന്നത്. അതിനെ ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഹാർബർ ഏരിയ ആയിരിക്കും, ഇങ്ങോട്ടാണ് ഷിപ്പൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. ഇത് സാധാ നമ്മുടെ സീ വേവ് ഉള്ള പോർഷൻ, നല്ല വേവ് ഉള്ള പോർഷൻ. ഇവിടെ കാം വാട്ടർ ആയിരിക്കും. ഇനിയും ഈ റബിൾ മൗണ്ട് ബ്രേക്ക് വാട്ടർ തന്നെ സാധാ ഇങ്ങനെ ഉള്ള കല്ല് കൊണ്ട് ഇടാതെ നമ്മൾ ഇപ്പം സാധാരണയായിട്ട് കാണുന്നത് പേറ്റന്റ് സ്റ്റോൺസ്, നിങ്ങൾ പല സ്ഥലത്ത് പോകുമ്പോൾ കണ്ടിട്ടുണ്ടായി ഇങ്ങനത്തെ സ്റ്റോൺസ്. നിങ്ങൾ നോക്കിയേ, ഇങ്ങനത്തെ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് അതിനെ പേറ്റന്റഡ് സ്റ്റോൺസ് എന്ന് പറയും. അങ്ങനത്തെ സ്റ്റോൺ വെച്ച് നമ്മളിപ്പോൾ റബിൾ മൗണ്ട് ബ്രേക്ക് വാട്ടർ ചെയ്യാറുണ്ട്. പല ടൈപ്പ് 4 ടൈപ്പ് ഓഫ് സ്റ്റോൺസ് പറയാറുണ്ട്. ഒന്ന് ടെട്രാപോഡ് എന്ന് പറയുമ്പോൾ അതിന് 4 ലെഗ്സ് കാണും, 4 ലെഗ്സ് കാണും ഇതിന്. ട്രൈബാർ എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് വൺ, ഇത് 3 ലെഗേ കാണത്തുള്ളൂ. ഡോളോസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പ്. ഓക്കെ, പിന്നെ സ്റ്റാബിറ്റ് ആർമർ എന്ന് പറഞ്ഞിട്ടൊരു ഷേപ്പ് ഉണ്ട്, അതും ഈ ഒരു ഷേപ്പാണ്. ഓക്കെ, ഒരു വി പോലെ ഇരിക്കും. ഇപ്പം നേരത്തെ കാസ്റ്റ് ചെയ്ത സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ബ്രേക്ക് വാട്ടർ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു വേവിന്റെ എഫക്റ്റ് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഇതും നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ തന്നെ. ടെട്രാപോഡ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ട്രൈബാർ, ഈ ഫിഗർ നോക്കിയേ, 3 ലെഗ്സ് ഉണ്ട്, ഇത് 4 ലെഗ്സ് ഉണ്ട്. പിന്നെ ഡോലോസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പേറ്റന്റഡ് സ്റ്റോൺസ് ആണ്. ഇനി അടുത്തത് ആദ്യം പറഞ്ഞത് ഹീപ്പ് അല്ലെങ്കിൽ മൗണ്ട് ബ്രേക്ക് വാട്ടർ. ഇനി അടുത്തത് മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചേഴ്സ്. മൗണ്ട് തന്നെ ഇങ്ങനെ ഹീപ്പ് പോലെ തന്നെ കൊടുക്കും, പക്ഷെ അതിനൊരു സൂപ്പർ സ്ട്രക്ചർ കൂടെ കാണും. അതും 2 കേസുണ്ട്. സൂപ്പർ സ്ട്രക്ചർ ഫൗണ്ടഡ് അറ്റ് ലോ വാട്ടർ ലെവൽ, ഒരു വാട്ടർ ലെവൽ പറയുന്നുണ്ട്, അതിനെ നമ്മൾ ലോ വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. ആ ലോ വാട്ടർ ലെവലിൽ അടുത്തായിട്ട് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യും. അതല്ലാതെ രണ്ടാമത്തത് ബിലോ ദി ലോ വാട്ടർ ലെവൽ, ലോ വാട്ടർ ലെവലിൽ നിന്നും ഇച്ചിരി താത്തിട്ട് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യും. അങ്ങനെ 2 കേസുണ്ട്, ഓരോന്നും നോക്കാം. അതിൽ ഫസ്റ്റ് വൺ അറ്റ് ലോ വാട്ടർ ലെവലിലുള്ള സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, അപ്പം എ സോളിഡ് സൂപ്പർ സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് എ ക്വേ പ്രൊട്ടക്റ്റഡ് ബൈ എ പാരപ്പെറ്റ് ഓൺ ദി സീ ഫേസ് ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി റബിൾ മൗണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ കണ്ടോ, ഇങ്ങനെ അവിടെ പാരപ്പെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്വേ എന്ന് പറയുന്നുണ്ട്. ഇത് തൊട്ട് താഴെയായിട്ട് എന്താണ്, റബിൾ മൗണ്ട് വെച്ചിട്ട് സാധാ കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഫൗണ്ടേഷൻ പോലെ കെട്ടിയിട്ടിരിക്കുക. അതിന് മേളിലാണ് നമ്മളിങ്ങനെ ക്വേ കൊടുക്കുന്നതും അധികം സീയുടെ എഫക്റ്റ് വരായിരിക്കും ഒരു പാരപ്പെറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് എന്ന് പറയുക ഈ കാണിച്ച ലെവലാണ് ലോ വാട്ടർ ലെവൽ. അപ്പം വാട്ടർ ലെവലിന് തൊട്ടടുത്തായിട്ട് എന്ന് വെച്ചാൽ എബൌട്ട് വാട്ടർ ലെവൽ തന്നെയാണ്, ഒത്തിരി താഴ്ന്നിട്ട് അല്ലല്ലോ സൂപ്പർ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ഇത് ഇന്റീരിയർ പോർഷൻ, എക്സ്റ്റീരിയർ പോർഷൻ, പിന്നെ കോൺക്രീറ്റ് ബ്ലോക്ക് കൊടുക്കാറുണ്ട് കുറച്ചുകൂടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി. പിന്നെ കുറച്ച് മാർക്കിങ്സ് ഒക്കെ ഉണ്ട്, സ്മോൾ റബിൾ കൊടുക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ക്വേ കൺസ്ട്രക്ട് ചെയ്യും, അതിന് ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക, എല്ലാ ഡയമെൻഷൻസും പഠിക്കാൻ പറ്റില്ലെങ്കിലും ഈ 30 മീറ്റർ അങ്ങനെയൊന്നും പഠിച്ചില്ലെങ്കിലും ബാക്കിയെല്ലാം മാർക്ക് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് കാർഗോസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഈ ക്വേയിൽ നമുക്കിപ്പം കാർഗോസ് ഒക്കെ ഇറക്കി വെക്കാനൊക്കെ ഹെൽപ്പാണ്. പിന്നെ ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ടോപ്പ് ഓഫ് ദി മൗണ്ട്, ഈ മൗണ്ട് റബിൾ മൗണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു പോർഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് റെഡ്യൂസസ് ദി മാസ് ഓഫ് റബിൾ റിക്വയർഡ് ഫോർ മൗണ്ട് ഇൻ പ്രൊപ്പോർഷൻ ടു ദി ഡെപ്ത് അറ്റ് വിച്ച് ഇറ്റ് ഈസ് ഫൗണ്ടഡ്. ഓക്കെ, അപ്പം കുറേ വരെ നമുക്ക് ഈ ഒരു റബിൾ വെച്ച് കഴിഞ്ഞാൽ ബാക്കി പോർഷൻ നമുക്ക് റബിൾ വെക്കണ്ടല്ലോ, ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ ആണല്ലോ, സൂപ്പർ സ്ട്രക്ചർ വെക്കുവാണ്. ഓക്കെ, അപ്പം അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം അധികം നമുക്ക് റബിൾ യൂസ് ആകുന്നില്ല. ഇനി ഈ ഒരു സൂപ്പർ സ്ട്രക്ചർ തന്നെ ബിലോ ലോ വാട്ടർ ലെവൽ എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയേ, ഒത്തിരി താത്തിട്ടാണ് സൂപ്പർ സ്ട്രക്ചർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. മറ്റടുത്ത് തൊട്ട് ലോ വാട്ടർ ലെവലിൽ എബോട്ട് ആയിട്ടായിരുന്നു. ഇപ്പം ബിലോ ലോ വാട്ടർ ലെവലാണ് നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഒത്തിരി താഴ്ന്നിട്ടാണ്.
ഓക്കെ, അല്ലാതെ മൊത്തത്തിൽ സൂപ്പർ സ്ട്രക്ചർ വെള്ളത്തിനടിയിലാകും എന്നല്ല, അവിടെ കൺസ്ട്രക്ഷൻ അതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒത്തിരി ഡെപ്തിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ദ സൂപ്പർ സ്ട്രക്ചർ ക്യാൻ ബി ഫൗണ്ടഡ് വെൽ ബിലോ ദി ലെവൽ ഓഫ് ഡിസ്റ്റർബൻസ്. ആ ഒരു വാട്ടറിന്റെ ലെവൽ ഓഫ് ഡിസ്റ്റർബൻസിൽ നിന്ന് ഒത്തിരി താഴ്ന്നിട്ടാണ് ഈ ഒരു സൂപ്പർ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഓക്കെ, ദ മാക്സിമം ഡിസ്റ്റർബൻസ് ഇസ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ ദി ലോ ആൻഡ് ഹൈ വാട്ടർ ലെവൽ. അപ്പോൾ ഈ ലോ വാട്ടർ ലെവലും പിന്നെ ഹൈ വാട്ടർ ലെവലും ഉണ്ടല്ലോ. നമ്മളെപ്പോഴും ഈ ഒരു ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ട് ചെയ്യുമ്പം ലോ വാട്ടർ ലെവൽ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം എന്താ പറഞ്ഞത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത് ആ 2 ലെവലിലാണ്. ഓക്കെ, ദസ് അറ്റ് സച്ച് ലോ ലെവൽസ് ബിലോ ദി ലോ വാട്ടർ ലെവൽ. അപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലോ വാട്ടർ ലെവലിലും താഴ്ന്നായിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യും ബ്രേക്ക് വാട്ടറിന്റെ. അപ്പം എന്താണ്, അവിടെ വേവിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഒത്തിരി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. Okay, this type of construction is very economical in terms of mount material in deep water. ഡീപ്പ് ആയിട്ടുള്ള വാട്ടർ ആണ്, ഒത്തിരി ഡെപ്ത് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അത്രയും കൂടെ റബിൾ വെച്ചാലേ നമുക്ക് സൂപ്പർ സ്ട്രക്ചർ വെക്കാൻ പറ്റത്തുള്ളൂ. ഏതാ ലോ വാട്ടർ ലെവലിൽ അബൌട്ട് ആയിട്ടാണെങ്കിൽ. ഇതിപ്പം ബിലോ ലോ വാട്ടർ ലെവലാണ് സൂപ്പർ സ്ട്രക്ചർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ റബിൾ അത്രയും വെച്ചാൽ മതി, ബാക്കിയായിട്ട് സൂപ്പർ സ്ട്രക്ചർ ഇരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഒരു ഫിഗറൂടെ വരയ്ക്കാൻ പഠിക്കുക. ഇനി മൂന്നാമത്തത് അപ്രൈറ്റ് വോൾ ബ്രേക്ക് വാട്ടർ. അപ്പം ഇത് ജസ്റ്റ് ഒരു റെഗുലർ വോളാണ്, ബിഗ് റെഗുലർ വോൾ റേസ്ഡ് ടു കൺസ്ട്രക്ട് എ ഹാർബർ ബേസിൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നാച്ചുറൽ ഫൗണ്ടേഷന് മേളിലായിരിക്കും ഇത് കൊടുക്കുന്നത്. അത് ടു റെസിസ്റ്റ് ഇൻകമ്മിങ് വാട്ടർ വേവ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അപ്പം ബ്രേക്ക് വാട്ടർ ഫോംഡ് ബൈ ദി കൺസ്ട്രക്ഷൻ ഇൻ എ റെഗുലർ ആൻഡ് സിസ്റ്റമാറ്റിക് മാനർ ഓഫ് എ വെർട്ടിക്കൽ വോൾ. ഇപ്പോൾ ഒരു മേസണറി വോൾ പോലെ, മേസണറി ബ്ലോക്ക് വെച്ചിട്ടോ കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാ മാസ് ആയിട്ടുള്ള കോൺക്രീറ്റ് വെച്ചിട്ടോ ആയിരിക്കും നമ്മൾ ഈ ഒരു ബ്രേക്ക് വാട്ടർ, വെർട്ടിക്കലായിട്ടുള്ള വോളാണല്ലോ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഇൻസിഡൻറ്റ് വേവ്സിനെ റിഫ്ലക്റ്റ് ചെയ്യാനും പിന്നെ ഈ വേവ് എനർജി ഒക്കെ ഉണ്ടല്ലോ അതിനെ റെഡ്യൂസ് ചെയ്യുന്നില്ല. നമ്മൾ വേവ് എനർജിനെ അങ്ങനെ ഡിസപ്പിയർ ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ ഈ ഒരു ബ്രേക്ക് വാട്ടർ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പോർട്ട് അല്ലെങ്കിൽ ചാനലിനൊക്കെ വേവ് പ്രൊട്ടക്ഷന് വേണ്ടി ഹെൽപ്പ് ആകുന്നുണ്ട്. പിന്നെ സിൽട്ടേഷൻ എന്ന് വെച്ചാൽ ഈ സെഡിമെന്റ്സ് ഒക്കെ പല സ്ഥലത്ത് നിന്ന് സിൽറ്റിങ് നടക്കുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. കറണ്ടിൻ്റെ എഫക്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും. സുനാമി പ്രൊട്ടക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബെർത്തിങ് ഫെസിലിറ്റീസ്, ഷിപ്പിനൊക്കെ ബെർത്ത് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോർമലി it is constructed in location where the depth of sea is greater than twice the designed wave height. അപ്പം ഡെപ്ത് ഓഫ് ദി സീ എന്ന് പറയുന്നത് അവിടുത്തെ വേവ് ഹൈറ്റിനേക്കാളും 2 times കൂടുതലുള്ള സ്ഥലത്തൊക്കെയാണ് ഈ ഒരു അപ്രൈറ്റ് വോൾ ബ്രേക്ക് വാട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ കണ്ടോ, ഇങ്ങനെ ഇരിക്കും കൺസ്ട്രക്ഷൻ. കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ചിട്ട് താഴെ ഒരു ചെറിയൊരു ഫൗണ്ടേഷൻ കൊടുക്കുക, അവിടെ നിന്ന് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് പോകാൻ അപ്രൈറ്റ് ആയിട്ടുള്ള വോൾ ബ്രേക്ക് വാട്ടർ. ഇത് തന്നെ ഇങ്ങനെയും കൊടുക്കും, കോൺക്രീറ്റിന്റെ അല്ലെങ്കിൽ റബിൾ ഫൗണ്ടേഷൻ കൊടുത്തിട്ട് അതിന് മേളിൽ ഇങ്ങനെ കോൺക്രീറ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ജൂട്ട് ബാഗ്സ് ആയിരിക്കും, അങ്ങനെ കൊടുക്കാം. മീൻസ് ഒരു കോമ്പോസിറ്റ് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ രീതിയിൽ നമുക്ക് കൊടുക്കാം. ഒന്നുകിൽ താഴത്തെ പോർഷൻ റബിൾ സ്റ്റോൺ വെച്ചിട്ട് അതിന് മേളിൽ കോൺക്രീറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ജൂട്ട് ബാഗ് വെച്ചിട്ട് അതിന് മേളിൽ ബ്ലോക്സ് കൊടുക്കാം, അങ്ങനത്തെ രീതിയിൽ. ഇനി അടുത്തത് ലാസ്റ്റ് ഫൈനലി വേരിയസ് ഫോഴ്സസ് ഓൺ അപ്രൈറ്റ് വോൾ ബ്രേക്ക് വാട്ടേഴ്സിൽ ഉണ്ടാകാൻ ചാൻസുള്ള ഫോഴ്സസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഷിയറിംഗ് ഓഫ് ബെഡ് ജോയിൻസ് ഡ്യൂ ടു ഹൊറിസോണ്ടൽ പ്രഷർ ഓഫ് വേവ്. ഈ വേവിന്റെ ഹൊറിസോണ്ടൽ പ്രഷർ കാരണം ബെഡ് ജോയിന്റിൽ ഒരു ഷിയറിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഓവർ ടേണിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്ലിഫ്റ്റിങ് എന്ന് വെച്ചാൽ ഈ വേവിന്റെ ഫോഴ്സ് ആ മാസിന് താഴെയായിട്ട് എന്ന് വെച്ചാൽ ആ ഒരു വോളിന് താഴെയായിട്ട് വന്ന് എപ്പോഴും വന്ന് ഇടിക്കുമ്പോൾ അവിടെ ഒരു അപ്ലിഫ്റ്റിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫ്രാക്ചർ ഉണ്ടാവും. എങ്ങനെയാന്ന് വെച്ചാൽ ഈ ബ്ലോക്സ് തന്നെ ചിലപ്പോൾ ഡിസ്ലൊക്കേറ്റഡ് ആകുമ്പം ഈ വേവ്സ് വന്നിങ്ങനെ ഇടിക്കുമ്പോഴേക്കും അവർ തമ്മിൽ നോക്ക് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ബ്രേക്കിംഗ് നടക്കും. അങ്ങനെ നടക്കുമ്പോൾ എന്താണ് അവർ തമ്മിലുള്ള ജോയിന്റ് കുറച്ചും കൂടി ലൂസായി മാറും. അപ്പം അങ്ങനെ ഫ്രാക്ചർ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് നോക്കുക, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം എന്നിട്ട് ലെക്ചർ കൊണ്ട് എഴുതുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക 10 മണിക്കുള്ളിൽ.